സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ താനൂർ, തിരൂർ. നമുക്ക് താനൂരിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് സമീർ, UDF സ്ഥാനാർത്ഥി PK നവാസ്, NDA സ്ഥാനാർത്ഥി ദീപ പുഴയ്ക്കൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലോളി അബ്ദുൾ റഹ്മാൻ LDF സ്ഥാനാർത്ഥി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിജയിച്ച മണ്ഡലമാണ് താനൂർ നിയമസഭാ മണ്ഡലം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ താനൂരിലെ സമ്മതിദായകർ ഓരോ പാർട്ടികളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും UDFനാണ് 1ാം സ്ഥാനം. LDF പ്രാദേശിക വികസനത്തിൽ 2ാം സ്ഥാനവും യുവജന പിന്തുണയിൽ NDA 2ാം സ്ഥാനത്തുമാണ്. വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിൽ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തുമാണ്. നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF വീണ്ടും 1ാം സ്ഥാനത്തും LDF 2ാം സ്ഥാനത്തും ഇരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഓരോ ഘടകങ്ങളെയും സെമിയോട്ടിക്ക AI വ്യക്തമായി അപഗ്രഥിച്ചുകൊണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. സെമിയോട്ടിക്ക AI ഇപ്രകാരം പ്രവചിക്കുന്നു: താനൂരിൽ UDFന് ഒരു വ്യക്തമായ മുന്നേറ്റം. UDF സ്ഥാനാർത്ഥി 50% വോട്ട് വീതം നേടി ഇവിടെ വിജയിക്കുമെന്നാണ് സെമിയോട്ടിക്ക AI പറയുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 42% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 8% വോട്ട് വീതവുമായിരിക്കും ലഭിക്കുന്നത്. നമുക്കിനി തിരൂരിലേക്ക് പോകാം. തിരൂരിലെ LDF സ്ഥാനാർത്ഥി V അബ്ദുൾ റഹ്മാൻ, UDF സ്ഥാനാർത്ഥി K മൊയ്തീൻ, BJP സ്ഥാനാർത്ഥി K നാരായണൻ മാസ്റ്റർ. 2021 തെരഞ്ഞെടുപ്പിൽ K മൊയ്തീൻ ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDFനെ അധികാരത്തിൽ എത്തിച്ച ഒരു മണ്ഡലമാണ്. ഏകദേശം 48% വോട്ട് വീതമാണ് അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ താനൂരിലെ വോട്ടർമാർ ഓരോ പാർട്ടികളെയും എങ്ങനെ വിശകലനം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDFനാണ് ജനങ്ങൾ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഈ ഘടകത്തിൽ UDF 2ാം സ്ഥാനത്താണ്. മറ്റെല്ലാ ഘടകങ്ങളിലും UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്ത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കീറിമുറിച്ച് ആരാണ് ഇവിടെ ജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരൂരിൽ UDFന് വ്യക്തമായ ഒരു മുന്നേറ്റമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി 55% വോട്ട് വിഹിതം നേടി K മൊയ്തീൻ ഇവിടെ വിജയിക്കുമെന്ന് കരുതപ്പെടുന്നു. LDF സ്ഥാനാർത്ഥിക്ക് 41% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് 4% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. See you soon.